അധ്യായം 11 ഇസ്ലാമിക യൗവനവും വിമോചന ദൗത്യവും. PSMO കോളേജിലും ചേന്ദമംഗലൂർ ഇസ്ലാഹിയ കോളേജിലും പഠിച്ചിരുന്ന കാലങ്ങളിലാണ് സിമിയുമായി ബന്ധപ്പെടുന്നത്. അന്നൊന്നും ആ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ഞാൻ സജീവമായിരുന്നില്ല. ഫറൂഖ് കോളേജിൽ പഠിച്ച 1985-86 വർഷക്കാലത്താണ് ഞാൻ ഒരു സജീവ സിമി പ്രവർത്തകനായി മാറുന്നത്. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ആ 1-2 വർഷങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ വളരെയേറെ ഇഴുകിച്ചേരുകയുണ്ടായത്. 1986-88 കാലത്ത് ബിരുദാനന്തര ബിരുദ പഠനത്തിൽ മുഴുസമയവും മുഴുകിക്കഴിഞ്ഞിരുന്നതിനാലും തുടർന്ന് തൊഴിൽ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാലും സംഘടനാ പ്രവർത്തനങ്ങളിൽ വിരളമായി മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നത്. ഒരേ സമയത്ത് പല കാര്യങ്ങളിലും മുഴുകുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സാധിക്കുമായിരുന്നില്ലാത്ത കാര്യമായിരുന്നു. ആ പ്രകൃതത്തിൽ ഇന്നും വലിയ മാറ്റമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്യുന്ന ഒരു കാര്യം പരമാവധി ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നതായിരുന്നു എനിക്ക് വഴങ്ങുന്ന ഒരു രീതി. പല കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ചാൽ ഞാൻ ആകെ അട്ടിമറിയും, ഒന്നും ചെയ്യാൻ പറ്റാതെയാകും. പഠനമെങ്കിൽ പഠനം, പ്രവർത്തനമെങ്കിൽ പ്രവർത്തനം, അത്രയേ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. ഫറൂഖ് കോളേജ് പഠനകാലത്ത് സിമി ഒരാവേശമായി എന്നിൽ പടർന്നു കയറിയിരുന്നു. ഒരു വിദ്യാർത്ഥി യുവജന സംഘടന എന്ന നിലയ്ക്കല്ല, ഇസ്ലാം തന്നെയായിട്ടായിരുന്നു ഞാനന്ന് ആ പ്രസ്ഥാനത്തെ അനുഭവിച്ചിരുന്നത്. അങ്ങനെ അനുഭവപ്പെടുവാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. മറ്റൊരു സംഘടനകളുടെയും ഭാഗമായിരുന്നില്ലാത്ത ഒരു സ്വതന്ത്ര സംഘമായിരുന്നു അത്. വിശുദ്ധ ഖുർആനും നബിചര്യയും മാർഗദർശനമായും ചരിത്ര സംഭവങ്ങൾ പ്രചോദനമായും കണ്ടുകൊണ്ട് ജ്ഞാനമാർജിക്കുകയും നേടിയ ജ്ഞാനം പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു അത്. അസാധാരണമായ ഹൃദയബന്ധമുണ്ടായിരുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ. അവർക്കിടയിൽ നിലനിന്നിരുന്ന പരസ്പര സ്നേഹവും ബഹുമാനവും ഗുണകാംക്ഷയും സത്യസന്ധതയും ആത്മാർത്ഥതയും ചരിത്രത്താളുകളിൽ മാത്രം കാണാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവതയുള്ളതായിരുന്നു. എല്ലാ താല്പര്യങ്ങൾക്കും ഉപരിയായി ഇസ്ലാമിനെ കാണാൻ സാധിച്ചിരുന്ന ഒരു യുവജന സമൂഹമായിരുന്നു സിമിയിലുണ്ടായിരുന്നത്. വ്യക്തിജീവിതവും ദേശീയ വിഷയങ്ങളും അന്തർദേശീയ വിഷയങ്ങളും ഒരുപോലെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ വീക്ഷിക്കുവാൻ പരിശീലിച്ചവരായിരുന്നു അവർ. യൗവനത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നതിന് ഒരു വെളിച്ചം ഏറ്റവുമേറെ അനിവാര്യവുമാണ്. പലവിധ സമ്മർദ്ദങ്ങളാലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കീർണതകൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ആ ഘട്ടത്തിൽ സിമിയുമായി ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നുവെന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും സ്നേഹവും കൈമുതലായുണ്ടായിരുന്ന, വക്രതയും കാപട്യവും സ്വാർത്ഥതയും കൊണ്ട് നടക്കാതിരുന്ന ഒരു കൂട്ടർ കൂട്ടിനുണ്ടാവുക എന്നതിനേക്കാളേറെ യൗവനത്തെ ധന്യമാക്കുന്ന മറ്റെന്താണ് സങ്കല്പിക്കാനാവുക? ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും രൂപപ്പെട്ടു വന്നിരുന്ന സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുദൂതരുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ സകലവിധ താല്പര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് വിലയിരുത്തുവാൻ വേണ്ട കഴിവാർജിച്ചത് സിമി ഒരുക്കി തന്ന ധൈഷണിക സാഹചര്യങ്ങളും ബന്ധങ്ങളും കാരണമായിട്ടാണ് എന്ന് പറയുന്നത് ഒട്ടും അതിശയോക്തിയല്ല. കാര്യങ്ങളെ വളരെ മൗലികമായി സമീപിച്ചിരുന്നു എന്നതാണ് സിമിയുടെ ഒരു പ്രത്യേകത. കാര്യകാരണങ്ങളും ഗുണദോഷങ്ങളുമൊക്കെ വിലയിരുത്തുമ്പോൾ വ്യക്തിപരവും കുടുംബപരവുമായ താല്പര്യങ്ങൾ പറയത്തക്ക വിധത്തിലൊന്നും സ്വാധീനിച്ചിരുന്നില്ല എന്ന ഒരു പ്രത്യേകതയും ആ സംഘത്തിനുണ്ടായിരുന്നു. 30 വയസ്സിന് താഴെയുണ്ടായിരുന്നവരുടെ കൂട്ടായ്മയായിരുന്നു അത് എന്നതായിരുന്നു ഒരു പ്രധാന കാരണം. ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് വിവരിക്കുന്ന സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം നാട് ഉപേക്ഷിച്ചു പോന്ന ശേഷം ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച് 300-ലേറെ വർഷങ്ങൾ ഉറങ്ങിക്കിടക്കാനിടയായ യുവാക്കളുടെ സംഘമായിരുന്നു ആ കൂട്ടായ്മയിലുണ്ടായിരുന്നവരുടെ ഒരു സുപ്രധാന പ്രചോദനം. വെള്ളം ചേർത്ത് നേർപ്പിക്കാതെ സത്യം സത്യമായി ഉൾക്കൊള്ളുകയും അതിനായി നിലകൊള്ളുകയും ചെയ്യുവാൻ ശ്രമിച്ചുവെന്നതാണ് അവരെ വ്യതിരിക്തരാക്കിയിരുന്നത്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മുൻകൈയെടുത്തുകൊണ്ട് 1975 രാജ്യത്ത് നടപ്പാക്കിയ അടിയന്തരാവസ്ഥ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവുമേറെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു. 21 മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് വായിക്കപ്പെട്ടിരുന്ന ആ സ്വേച്ഛാധിപത്യത്തിൻ്റെ കാലം നിയമവാഴ്ചയോ സുതാര്യതയോ നിലനിൽക്കാതിരുന്ന സമഗ്ര ആധിപത്യത്തിൻ്റെയും കടുത്ത
അക്രമമർദ്ദനങ്ങളുടെയും പീഡനങ്ങളുടെയും കാലമായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരും മതപ്രവർത്തകരും തുടങ്ങി സമൂഹപ്രവർത്തകരും എഴുത്തുകാരും വരെ തുറുങ്കിലടയ്ക്കപ്പെട്ട കാലമായിരുന്നു അത്. പലയിടങ്ങളിലും വിദ്യാർത്ഥി യുവജനങ്ങളും തടവറയിലടയ്ക്കപ്പെടുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുണ്ട യുഗം തന്നെയായിരുന്നു അത്. 1977 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടപ്പോൾ അതിശക്തമായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതയിലേക്കാണ് രാജ്യം കണ്ണു തുറന്നത്. സ്വാതന്ത്ര്യ നിഷേധത്തോടുള്ള പ്രതിഷേധം എല്ലാ മേഖലകളിലും ശക്തമായ തിരമാലകൾ ഉയർത്തുകയുണ്ടായി. രാഷ്ട്രീയ രംഗവും സാമൂഹ്യ രംഗവും പ്രക്ഷുബ്ധമായിരുന്നു. ഈയൊരു ചരിത്രഘട്ടത്തിലാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ഇസ്ലാമിക യൗവനം ചുമതലാബോധത്തോടെ കർത്തവ്യനിരതമായി കർമ്മരംഗത്തെത്തുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ടുകൊണ്ടിരുന്ന താൽക്കാലികമായ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിന് പകരം മൗലികമായ വിലയിരുത്തലുകളിൽ ഊന്നിക്കൊണ്ടുള്ള ദീർഘകാല സ്വഭാവമുള്ളതോ സ്ഥായിയായതോ ആയ പരിഹാരങ്ങളാണ് ഇസ്ലാമിക യൗവനം തേടുകയുണ്ടായത്. സിമി എന്ന പേരിൽ ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തനനിരതമാകുന്നത് അങ്ങനെയാണ്. സ്വാതന്ത്ര്യലബ്ധിയുടെയും വിഭജനത്തിൻ്റെയും ഘട്ടങ്ങളിലൂടെ കടന്ന് നമ്മുടെ നാട് ഒരു മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായിട്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നുവെങ്കിലും ഒരിക്കലും ഒരു വിധത്തിലുമുള്ള ആശയവിനിമയം നടന്നിട്ടില്ലാത്ത വിഭിന്ന വിരുദ്ധ ആശയങ്ങളുടെ സങ്കീർണമായ ഉൾപ്പിരിവുകളായിരുന്നു രാജ്യത്ത് നിലനിന്നിരുന്നത്. രാജ്യം നേരിട്ടുകൊണ്ടിരുന്ന ഒട്ടേറെ വെല്ലുവിളികളുമുണ്ടായിരുന്നു. വിഭിന്ന ദിശകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്നവരായിരുന്നു രാജ്യത്തെ വിവിധ സംഘടിത രാഷ്ട്രീയ കൂട്ടായ്മകൾ. വിഭജനത്തിനെ തുടർന്ന് ന്യൂനപക്ഷമായി തീർന്ന മുസ്ലിം ജനസംഖ്യ അസംഖ്യം ചോദ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മതേതര കാഴ്ചപ്പാട് ഉപരിതലത്തിൽ ശക്തമായിരുന്നെങ്കിലും ഹിന്ദുത്വ വലതുപക്ഷ നിലപാടുകൾ ശക്തമായ അന്തർധാരയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളും ദളിതരും തങ്ങളുടെ സ്വത്വവും ആദർശവും അപകടപ്പെടാതെ സംരക്ഷിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കേണ്ടി വന്നിരുന്നതുപോലെ തന്നെ നിലനിൽപ്പിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി കൂടി കരുനീക്കങ്ങൾ നടത്തുകയും ഉണർന്നു പ്രവർത്തിക്കുകയും വേണ്ടിയിരുന്നു. ഇതിനു പുറമെയാണ് ഒരു ആദർശ സമുദായമെന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹം, വിശേഷിച്ച് ആദർശപരമായി ഉത്ബുദ്ധത ഉണ്ടായിരുന്ന സംഘങ്ങൾ നേരിട്ടിരുന്ന വെല്ലുവിളികൾ. സഹസ്രാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന ജാതി മേൽക്കോയ്മയും ബഹുദൈവത്വവും അന്ധവിശ്വാസങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ഉച്ചനീചത്വങ്ങളും അവരെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും കഴിഞ്ഞുകൂടിയിരുന്നത് തികഞ്ഞ അന്ധകാരത്തിലായിരുന്നു എന്ന വസ്തുത അവഗണിക്കാവുന്നതായിരുന്നില്ല. രാജ്യം താൽക്കാലിക സത്യങ്ങളെയും ക്ഷണിക പരിഹാരങ്ങളെയും മാത്രമാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യഭാഗതയെയും അർത്ഥപൂർണമാക്കുന്ന ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ആരും ഗൗരവത്തിൽ ആലോചിക്കുന്നുമുണ്ടായിരുന്നില്ല. അന്നന്നത്തെ അഷ്ടിക്കുള്ള വകയുണ്ടാക്കുക എന്ന പരിമിതമായ ലക്ഷ്യം മാത്രമാണ് എല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നതും അഭിമുഖീകരിക്കുന്നതും. ക്ഷണികമായ മനുഷ്യജീവിതം ഒരു പരീക്ഷണഘട്ടം മാത്രമാണ്. സത്യം ഉൾക്കൊണ്ട് ശരിയായ ദിശയിൽ ഉത്തമമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറിയാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാനാവൂ എന്ന ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനം കൂടുതൽ പേർക്കും അറിയുക പോലുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിനെ മാനവ സമൂഹത്തിൻ്റെ വിമോചന മാർഗം എന്ന നിലയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രമേയവുമായി സിമി രംഗത്ത് വരുന്നത്. 1986 ജനുവരി 17, 18, 19 തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയമായിട്ടാണ് സിമി വിമോചന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയുണ്ടായത്. ചാടിപ്പിടിച്ച പ്രതികരണവുമായി രംഗത്ത് വന്ന പലരും കരുതിയിരുന്നതുപോലെ ഇന്ത്യയെ തങ്ങൾ തട്ടിയെടുത്ത് ഇസ്ലാമിൻ്റെതാക്കാൻ പോകുന്നു എന്നൊന്നുമായിരുന്നില്ല ആ പ്രമേയം കൊണ്ട് സിമി ഉദ്ദേശിച്ചിരുന്നത്. പലവിധ അന്ധകാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലുമായി കഴിഞ്ഞിരുന്ന രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കും ജീവിത വിജയം കൊടുക്കുന്ന വിമോചന പ്രത്യയശാസ്ത്രം ഇസ്ലാമാണ്. ലോകത്തെ ഇതര സമൂഹങ്ങൾക്ക് ധൈഷണികമായ ഉയർച്ചയും സാമൂഹ്യമോചനവും സാംസ്കാരികവും നാഗരികവുമായ മുന്നേറ്റവും നേടിക്കൊടുത്ത ഇസ്ലാമിലൂടെ മാത്രമേ രാജ്യത്തെ ജനങ്ങൾക്കും ഒരു വിമോചനം സാധ്യമാവുകയുള്ളൂ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുക മാത്രമായിരുന്നു സംഘടന ചെയ്തത്. രാജ്യത്തെ ജനങ്ങൾ ഇസ്ലാമിനെ ധൈഷണികമായി സമീപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നതായിരുന്നു ലക്ഷ്യം.
സിമി ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് വളരെ കടുത്ത വിധത്തിലാണ് രാജ്യത്തെ വലതുപക്ഷ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരും അവരെ പിന്തുണയ്ക്കുന്നവരും പ്രതികരിക്കുകയുണ്ടായത്. ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്നൊക്കെ ചുവരെഴുത്ത് നടത്തിയായിരുന്നു അവരുടെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റുകാരും ഇതര ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും ശക്തമായ എതിർപ്പോടെയാണ് അതിനെ നേരിട്ടത്. മുസ്ലിം സമുദായ സംഘടനകളും വ്യത്യസ്ത അളവിലും സ്വഭാവത്തിലുമുള്ള എതിർപ്പും വിയോജിപ്പുമൊക്കെയാണ് പ്രകടിപ്പിക്കുകയുണ്ടായത്. സമുദായ സംഘടനകളുടെ കാര്യത്തിൽ ഭയമായിരുന്നു ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന മുഖ്യ ഹേതു എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ബഹുമാന്യനായ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെ പോലെയുള്ള ചില പ്രമുഖ സമുദായ നേതാക്കന്മാർ അത്തരം പ്രതികരണങ്ങൾക്ക് മുതിർന്നില്ലെന്ന് മാത്രമല്ല, വളരെ സൃഷ്ടിപരമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ സന്ദേശം ശരിയായ നിലക്കാണ് അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാന്യനായ ശ്രീ കെ കരുണാകരൻ മനസ്സിലാക്കുകയുണ്ടായത്. ഇസ്ലാം സമാധാനമാണ്, സമാധാനത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് മോചനം നേടാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പുകളെ മയപ്പെടുത്തുകയായിരുന്നു അദ്ദേഹം. ശരിയായ ജീവിത ദർശനം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ മനുഷ്യ മനസ്സ് സമാധാനമടയുകയുള്ളൂ എന്നത് തന്നെയാണല്ലോ വസ്തുത. വളരെ സമർത്ഥനായ രാഷ്ട്രീയക്കാരനായിരുന്നു ശ്രീ കെ കരുണാകരൻ എന്ന വസ്തുത കൂടി ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. വളരെയേറെ ആശങ്കകളും പ്രാതികൂല്യങ്ങളും ഭീഷണികളും ഉയർന്നു വന്നുവെങ്കിലും സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നഗരത്തിൽ വളരെയേറെ ശാന്തമായി അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ തന്നെ വളരെയേറെ വിജയകരമായ രീതിയിൽ നടക്കുകയുണ്ടായി. മുൾമുനയിലെന്ന പോലെയുള്ള അവസ്ഥകളും സന്ദർഭങ്ങളും ഏറെയുണ്ടായിരുന്നുവെന്നതും വളരെയേറെ ജാഗ്രതയോടെ തന്നെയാണ് എല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുണ്ടായത് എന്നതും ഒരു വസ്തുതയാണ്. പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ അധികം മടങ്ങ് ജനശ്രദ്ധ ആകർഷിച്ച സംഭവമായിരുന്നു ഈ സമ്മേളനം. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മാധ്യമങ്ങൾ വലിയ കവറേജ് നൽകി പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കൂടുതൽ മാധ്യമങ്ങളും രാജ്യത്ത് ഉയർന്നുവരുന്ന ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് വർണ്ണം നൽകിയാണ് വിഷയം അവതരിപ്പിച്ചതെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇസ്ലാമിനെ വിമോചന മാർഗമായി മൊത്തം സമൂഹത്തിൻ്റെ മുന്നിലായി അവതരിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ കൊച്ചു കുഗ്രാമങ്ങൾ തൊട്ട് രാജ്യത്തുടനീളമുള്ള സകല നഗരങ്ങളിലും ഇത് വലിയ ചർച്ചയായി. പ്രവാചകനായി നിയോഗിക്കപ്പെട്ട് 2-3 വർഷങ്ങൾ പിന്നിടുന്ന ഘട്ടത്തിൽ മക്കയിലെ സഫാ മലയുടെ മുകളിൽ കയറി നിന്ന് മുഴുവൻ മക്കക്കാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകലരെയും സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ച മക്കക്കാരെ വളരെയേറെ പ്രകോപിപ്പിച്ച സംഭവം അനുസ്മരിക്കുന്ന ഒരു നടപടി തന്നെയായിരുന്നു ഈ സമ്മേളനം. പിന്നിട്ട 4 പതിറ്റാണ്ടുകൾ വിലയിരുത്തുമ്പോൾ രാജ്യത്ത് രൂപപ്പെട്ടു വന്നിരുന്ന രാഷ്ട്രീയ അന്തർധാരകളുടെ വർണ്ണങ്ങളും സ്വഭാവവുമൊക്കെ തന്നെ കാലത്തിന് മുമ്പ് മറനീക്കി വെളിപ്പെടുവാൻ ഈ സമ്മേളന പ്രമേയം അവസരമുണ്ടാക്കി എന്നതും ഒരു വസ്തുതയായി ബോധ്യപ്പെടും. ഇസ്ലാമിനെ വിമോചന ദർശനമായി ആ ഘട്ടത്തിൽ അവതരിപ്പിക്കുകയുണ്ടായത് അനിവാര്യമായ ഒരു ചരിത്ര ദൗത്യം ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് നിർവഹിക്കൽ തന്നെയായിരുന്നു എന്ന ചാരിതാർത്ഥ്യജനകമായ കാര്യം മനസ്സിലാക്കാൻ ഇന്ന് പ്രയാസമുണ്ടാവില്ല. രാജ്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ഒരു ചരിത്ര ദൗത്യം ആ ഘട്ടത്തിൽ നിർവഹിക്കാനായി എന്നത് ഏറ്റവും ആഹ്ലാദജനകമായ കാര്യമായിട്ട് മാത്രമേ സത്യത്തോട് പ്രതിബദ്ധതയുള്ള ആർക്കും അനുഭവപ്പെടുകയുള്ളൂ. അതും രാജ്യത്തിൻ്റെയും ഉപഭൂഖണ്ഡത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്ലാമിനെ വിമോചന മാർഗമായി പൊതുജനങ്ങളുടെ മുന്നിലായി പരസ്യമായി അവതരിപ്പിക്കപ്പെടുന്നത്. 1986 പ്രസ്തുത സമ്മേളനത്തെ തുടർന്നുള്ള വർഷങ്ങളിൽ സിമി രാജ്യത്ത് നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു. നേതാക്കളും പ്രവർത്തകരും പലവിധ കേസുകളിലും ഉൾപ്പെടുത്തപ്പെട്ടു. 30 വയസ്സ് പിന്നിട്ടതിനെ തുടർന്ന് സംഘടനയിൽ നിന്ന് സ്വാഭാവികമായി വിരമിച്ചവർ ഉൾപ്പെടെ വളരെ പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിൽ കഴിയേണ്ടി വരികയും ചെയ്തു. തുടർന്ന് 2001 സെപ്റ്റംബർ 27 സിമി രാജ്യത്തുടനീളം നിരോധിക്കപ്പെടുകയുണ്ടായി. പല വ്യാജ കുറ്റവും ചാർത്തി ഒത്തിരി പേർ തുറുങ്കിലടയ്ക്കപ്പെട്ടു. ഈ വക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്നും പലരും തടവിൽ കഴിയുന്നുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ 3-4 ദശകങ്ങളിൽ അരങ്ങേറിയ പല സംഭവങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്ന് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികളുടെയും ഭീഷണികളുടെയും സ്വഭാവം അപഗ്രഥിക്കുമ്പോൾ രാജ്യത്ത് അനിവാര്യമായും ഉടലെടുക്കേണ്ട ഒരു രാഷ്ട്രീയ ദിശാനിർണയം പ്രത്യക്ഷീഭവിക്കുന്ന ലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ
സത്യവും അസത്യവും വേർതിരിക്കുന്ന മാനദണ്ഡങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പരസ്യമായി അവതരിപ്പിക്കപ്പെട്ടത് എത്ര ഉചിതമായി എന്ന് ബോധ്യമാകും. ശക്തി പ്രാപിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മറുപക്ഷത്ത് ഇരകളാക്കപ്പെടുന്ന മുസ്ലിംകളും കീഴാളരും എന്നതിനു പുറമെ ദിശാബോധം പകരുന്ന ആദർശ അടിത്തറയുള്ള ഒരു വിമോചന പ്രത്യയശാസ്ത്രം ഉയർത്തി കാണിക്കപ്പെടാൻ തുടങ്ങിയെന്ന വസ്തുത വളരെ ചാരിതാർത്ഥ്യജനകമാണ്. ഇസ്ലാം ഭീതി എന്ന നിലയ്ക്കാണ് ഇസ്ലാം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിലും ഇന്ന് രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബദലായി ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരേയൊരു പ്രത്യയശാസ്ത്രം ഇസ്ലാം മാത്രമാണ് എന്നതാണ് വസ്തുത. വേട്ടയാടപ്പെടുന്നതും ദുരനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അപമാനകരമായ ഒരു മോശം കാര്യമായി മനസ്സിലാക്കപ്പെട്ടിരുന്ന കാലം അവസാനിച്ചു തുടങ്ങിയെന്ന് തന്നെ പറയാം. അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ആദർശ ജീവിതം വിജയത്തിലേക്ക് നടന്നെടുക്കുന്നത് പ്രാതികൂല്യങ്ങളിലൂടെയും വേട്ടയാടപ്പെടലിലൂടെയുമൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പുതുതലമുറ മുസ്ലിം സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളിലുമായി ഇന്ന് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സംസ്ഥാന സമ്മേളന പ്രമേയം സൃഷ്ടിച്ച പ്രക്ഷുബ്ധത നേരിടുകയെന്നത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല സിമി എന്ന ഇസ്ലാമിക വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന് തന്നെയും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. സമ്മേളന പ്രമേയം സൃഷ്ടിക്കാനിടയുള്ള പ്രക്ഷുബ്ധതയെക്കുറിച്ചോർത്ത് ഭയന്ന് നേതൃത്വ രംഗത്തുണ്ടായിരുന്ന ഒരു പ്രമുഖൻ കാലിടറി വീണ് രാജിവെച്ച് രംഗം വിട്ടുവെന്നതൊഴിച്ചു നിർത്തിയാൽ സംഘടനയിലെ മുഴുവൻ ആളുകളും നേതാക്കളും ആണും പെണ്ണുമായ മുഴുവൻ പ്രവർത്തകരും ഒരുപോലെ വളരെ ആവശ്യത്തോടെയാണ് ആ നാളുകളിൽ രംഗത്ത് നിലകൊള്ളുകയുണ്ടായത്. വർദ്ധിച്ച അളവിലുള്ള ഈമാൻ പ്രകടമാക്കിയ അത്യന്തം പ്രചോദനകരമായ പല രംഗങ്ങളും കാഴ്ചകളുമാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അവരിൽ ഏറെ പേരെയും ഇന്നും ആ ആവേശവും ഈമാനും ഇടനെഞ്ചിൽ ചുമന്ന് നടക്കുന്നവരായി കാണാനൊക്കും. സിമിയുടെ ചരിത്രത്തിലും ഒരു പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലും അത്രത്തോളം ആവേശം പടർത്തിയ വേറെ സംഭവങ്ങൾ കാണുകയില്ല. രാജ്യത്തെ സഹസ്രാബ്ദങ്ങളുടെ വേരോട്ടമുള്ള ജാതിഘടനയ്ക്കും ബഹുദൈവത്വത്തിലധിഷ്ഠിതമായ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും അത് വലിയ അലോസരം സൃഷ്ടിച്ചുവെന്നതിൽ യാതൊരു അതിശയവുമില്ല. എന്നാൽ തുടർ വർഷങ്ങളിൽ ഭീകരമായ പിശാചുവൽക്കരണത്തിന് സംഘടന വിധേയമായത് ഭരണകൂട സംവിധാനങ്ങളും മാധ്യമങ്ങളും ചേർന്ന് പ്രചരിപ്പിച്ചു വച്ചിരിക്കുന്ന വിധത്തിലുള്ള ഭീകരവാദ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെയൊന്നും കാരണത്താലായിരുന്നില്ല. സിമി ഉയർത്തിയ മുദ്രാവാക്യം ഇവിടുത്തെ ജാതിഘടനയ്ക്കും സാമൂഹ്യ വ്യവസ്ഥയ്ക്കും വെല്ലുവിളിയായി അനുഭവപ്പെട്ടു എന്നതിനാലായിരുന്നുവെന്ന് കാണാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വരില്ല. ബാക്കിയുള്ളതൊക്കെ സിമിയുടെ പേരിൽ വെച്ച് കെട്ടിയ പച്ചക്കള്ളങ്ങളായിരുന്നുവെന്ന് വിഷയം പഠിക്കാൻ മുതിരുന്ന ആർക്കും ബോധ്യപ്പെടും. സംഘപരിവാർ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിവരസങ്കേതങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം. തീർത്തും ആത്മാർത്ഥതയോടെയും അർപ്പണബോധത്തോടെയും ഗുണകാംക്ഷയോടെയും രാജ്യത്തെ ജനങ്ങളുടെ പരിഗണനയ്ക്കായി ഇസ്ലാമിൻ്റെ വിമോചന ദർശനം അവതരിപ്പിക്കുക മാത്രമാണ് സിമി ചെയ്യുകയുണ്ടായത്. മറിച്ചുള്ള പ്രചരണങ്ങൾ അതിനെ തുനിഞ്ഞിറങ്ങിയവരുടെ ഭാവനാ സൃഷ്ടികൾ മാത്രമായിരുന്നു. അവയിലൊന്നുപോലും നാളിതുവരെയായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല താനും. 30 വയസ്സ് തികയുന്നതോടെ സിമിയിൽ നിന്ന് വിരമിച്ചവരാരും വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. വ്യത്യസ്ത മേഖലകളിൽ കർമ്മോത്സുകരായി ആവേശപൂർവ്വം നിലകൊള്ളുകയാണ് അവരെല്ലാവരും ചെയ്തത്. സ്വന്തം കാര്യങ്ങളിൽ മുഴുകി ഒതുങ്ങിക്കഴിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള പരിശീലനമായിരുന്നു അവരൊക്കെയും നേടിയിട്ടുണ്ടായിരുന്നത്. വിശ്വാസപരമായ ഊർജം അവരെയൊക്കെ ജ്വലിപ്പിക്കുകയായിരുന്നു. അവരിൽ ചിലർ സമാനമായ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തന നിരതരായി. ചിലർ അക്കാദമിക പ്രവർത്തനങ്ങളിലും വൈജ്ഞാനിക അന്വേഷണങ്ങളിലും വ്യാപൃതരായി. ചിലർ ഗ്രന്ഥരചനകളിൽ ഏർപ്പെട്ടു. ചിലർ ആതുര രംഗം ഉൾപ്പെടെയുള്ള സേവന രംഗത്ത് ശ്രദ്ധയൂന്നി. ചിലർ പ്രബോധന രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എല്ലാവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു. അഭിരുചികളും കഴിവുകളും വ്യത്യസ്തങ്ങളായിരുന്നതിനാൽ തിരഞ്ഞെടുത്ത വഴികളും മേഖലകളും വ്യത്യസ്തങ്ങളായിരുന്നുവെന്ന് മാത്രം. പുറത്താക്കപ്പെടുകയോ രാജിവെക്കുകയോ ഒക്കെ ചെയ്ത 2-3 പേർ ലക്ഷ്യം പിഴച്ചുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും അധികാരവും പദവികളും പങ്കിടലിലുമൊക്കെ എത്തിച്ചേർന്നു എന്നതും ശരിയാണ്. 2001 സംഘടന നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അക്കാലത്ത് സംഘടനയിലുണ്ടായിരുന്നവരും സമാനമായ പ്രവർത്തന മേഖലകൾ കണ്ടെത്തി വളരെ സജീവമായ പ്രവർത്തനങ്ങളിൽ രംഗത്ത് വരികയായിരുന്നു. മാധ്യമരംഗത്തും സമുദായ സമുദ്ധാരണ പ്രവർത്തനങ്ങളിലും പ്രബോധന രംഗത്തുമൊക്കെയായിട്ടാണ് കൂടുതൽ പേരുമുണ്ടായിരുന്നത്. വൈകാതെ തന്നെ വേട്ടയാടപ്പെട്ട
പ്പെടുക എന്ന സിമി അനുഭവം രാജ്യത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും അനുഭവമായി മാറിയതോടെ മനുഷ്യാവകാശ പ്രവർത്തന രംഗത്തും ചില പ്രമുഖർ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആഹ്ലാദകരമായ ദൃശ്യമാണ് കാണാനായത്. 1986 സിമി സമ്മേളനം രാജ്യത്തെ മുസ്ലിംകളുടെ സ്വത്വബോധ രൂപീകരണത്തിലും കർത്തവ്യബോധവും ദിശാബോധവും നിർണ്ണയിക്കുന്നതിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ വലിയ സ്വാധീനം ചെലുത്തി എന്നത് തീർച്ചയാണ്. 2024 പിന്നിട്ട വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയ രാജ്യത്തെ ഇസ്ലാമിക സമൂഹം ദൈക്ഷണികമായും കർത്തവ്യപരമായും ഗുണപരമായ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് കാണാനാകും. സംതൃപ്തിയും സന്തോഷവും പ്രതീക്ഷയും ഉളവാക്കുന്നത് തന്നെയാണ് അതെന്ന കാര്യം തർക്കം വേണ്ടതില്ലാത്തത് തന്നെയാണ്.